ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റൽ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ചെയ്തു. ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇംഗ്ലീഷിന് വേണ്ടി ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് SSC എക്സാമുകൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ PSC ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണോ ഇംഗ്ലീഷ് വരുന്നത് അതിന്റെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് തരുന്നതായിരിക്കും. അതിന്റെ രണ്ടാമത്തെ ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി മുന്നത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അത് കാണുക. അപ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നിരുന്നു, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കുമായിട്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക. ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും, മാത്സിൻ്റെ ഒക്കെ ടോപ്പ് ലെവൽ ക്ലാസ്സുകളെല്ലാം കിടപ്പുണ്ട്. എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഒരുപാട് പേര് അത് കമൻ്റായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കേ, രാഹുൽ പ്ലേസ് ക്രിക്കറ്റ് ഫോർ. അപ്പോൾ നമ്മൾ ഇനി മുന്നേ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേർബ് എന്താണെന്ന് പഠിച്ചു. വേർബ് ഇതിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് നോൺ ലിവിങ്. അപ്പോൾ ഇതിനെ വെർബിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഹൂം അല്ലെങ്കിൽ വാട്ടിൻ്റെ ആൻസർ ആണ് നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് എന്തേ വരത്തുള്ളൂ? ഒബ്ജക്റ്റേ വരത്തുള്ളൂ. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഓൾവേസ് എന്തേ വരത്തുള്ളൂ? ഒബ്ജക്റ്റേ വരത്തുള്ളൂ. അത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആവാം. നൗണോ അല്ലെങ്കിൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന പ്രോനൗൺ ആവണം. അപ്പോൾ ഈ നൗൺ എന്താണ്, പ്രോനൗൺ എന്താണ്, അത് ഓരോ സെപ്പറേറ്റ് ആയിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു സെന്റൻസ് എങ്ങനെയാണ് എഴുതുന്നത്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു പ്രിപ്പോസിഷന് ശേഷം എന്താണ് പ്രിപ്പോസിഷൻ, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ ഫോർ എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ പ്രിപ്പോസിഷന് ശേഷം നമ്മൾ എന്തേ പറയത്തുള്ളൂ? ഒബ്ജക്റ്റേ പറയത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ രാഹുൽ പ്ലേസ് ക്രിക്കറ്റ് ഫോർ മുംബൈ. മുംബൈ എന്താണ്, എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത്? മുംബൈക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതെന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഇവിടെ പറയാൻ പറ്റും. രാഹുൽ പ്ലേസ് ക്രിക്കറ്റ് ഫോർ ഹിസ് ഫാമിലി, അതും കുഴപ്പമില്ല, ഒബ്ജക്റ്റ് ആണ്. അത് ഹിസ് ഫാമിലി എന്താണ്? ഫാമിലിക്ക് വേണ്ടിയാണ്. ഫോർ മണി, എന്തിനു വേണ്ടിയാണ്? മണിക്ക് വേണ്ടിയാണ്. ഇനി ഫോർ രാഹുൽ പ്ലേസ് ക്രിക്കറ്റ് ഫോർ മീ, എനിക്ക് വേണ്ടി, കുഴപ്പമില്ല, ഒബ്ജക്റ്റ് ആണ്. എന്നാൽ രാഹുൽ പ്ലേസ് ക്രിക്കറ്റ് ഫോർ ഹാപ്പി, രാഹുൽ പ്ലേസ് ക്രിക്കറ്റ് ഫോർ സ്ട്രോങ്, ഇങ്ങനെ പറയോ? ഒരിക്കലും നമ്മളുടെ ഈ ഒരു പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ എന്ത് വരത്തില്ല? നമുക്ക് നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ, ഒബ്ജക്റ്റേ വരത്തുള്ളൂ. ഇതെന്താണ്? ഹാപ്പി അല്ലെങ്കിൽ സ്ട്രോങ് എന്ന് പറയുന്നതിനെ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയും. അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് നൗണിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രോനൗണിനെ വിശേഷിപ്പിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അഡ്ജക്റ്റീവ്. അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് എന്ത് വന്നു? അഡ്ജക്റ്റീവ് വന്നു. ഇതെന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഒരിക്കലും എന്ത് വരത്തില്ല? പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് വരത്തില്ല. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെയായിരിക്കണം ഇത് ശരിയാക്കേണ്ടത്? രാഹുൽ പ്ലേസ് ക്രിക്കറ്റ് ഫോർ ഹാപ്പി എന്നുള്ളതിന്റെ നൗൺ ഫോം എന്താണ്? ഹാപ്പിനെസ്. എന്തിനു വേണ്ടിയാണ്? ഹാപ്പിനെസ്, സന്തോഷത്തിന് വേണ്ടി, ഹാപ്പിനെസ്. ദെൻ രാഹുൽ പ്ലേസ് ക്രിക്കറ്റ് ഫോർ, നമുക്ക് സ്ട്രോങ് എന്ന് പറയത്തില്ല, എന്താ? ക്രിക്കറ്റ് ഫോർ സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ബേസിക് ആയിട്ട് ഒരു ഐഡിയ മനസ്സിലാക്കുക. പിന്നെ ആരും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഫുള്ള് നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മലയാളം മീഡിയം ആണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് പാടാണെന്നുള്ള ഒരു ചിന്തയെ വേണ്ട. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി അടുത്തൊരു സെന്റൻസ് എഴുതുകയാണ്. രാഹുൽ ഈസ് എ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കാണുമ്പോഴേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഇനി അഡ്ജസ്റ്റ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. രാഹുൽ ഈസ് എ സ്കോളർ. രാഹുൽ ഈസ് എ സ്കോളർ, പഠിക്കുന്ന ആളാണ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഓരോ പാർട്സും, ഈ സെന്റൻസിന്റെ ഓരോ പാർട്സും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഇവിടെ ആദ്യം ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ വെർബ് ആണോ? ഇന്ന് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വെർബ് ഉണ്ട്. മെയിൻ വെർബും ഉണ്ട്, അതുപോലെ ഹെൽപ്പിംഗ് വെർബും ഉണ്ട്. അപ്പോൾ മെയിൻ വെർബ് എന്താണ്, ഹെൽപ്പിംഗ് വെർബ് എന്താണ്, അത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ടൈപ്പ് വെർബാണ്? മെയിൻ വെർബാണ്. അപ്പോൾ ഈ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ടൊന്ന് പറയാം. നമുക്ക് ഈസ്, ആം, ആർ, വാസ്, വേർ, ഇതിൻ്റെയൊക്കെ യൂസേജ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? ആക്ട് ചെയ്യാം. ഇത്രയും വേർഡ്സിന് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബായിട്ട്
വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ മെയിൻ വെർബായിട്ട് ഇപ്പൊ ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് കാണും, ഈ ഹെൽപ്പിംഗ് വെർബായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്ത് കാണും, നമുക്കൊരു വെർബ് കൂടെ എന്ത് കാണും, ഇതിന്റെ കൂടെ കാണും, ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർഡ് കൂടെ കാണും. എന്നാൽ മെയിൻ വെർബായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്ത് കാണത്തില്ല, ഇത് കഴിഞ്ഞിട്ട് വെർബ് കാണത്തില്ല, ഓൺലി ഇത് മാത്രമേ കാണത്തുള്ളൂ. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാവ്, ഇത് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഈ കേസിൽ നോക്ക്, ഇവിടെ രാഹുൽ ഈസ് എ സ്കോളർ. അപ്പൊ ഇവിടെ ഇത് ഈസ് മാത്രമാണ് വെർബിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അതായത് ഈസിന്റെ കൂടെ വേറെ ഒന്നുമില്ല. അതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ ഈ ഈസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ രാഹുൽ ഈസ് എ, അപ്പൊ ആ സ്റ്റേറ്റിനെ കാണിക്കുകയാണ്. രാഹുൽ ഒരു സ്കോളർ ആണെന്ന് പറയുന്ന ആ സ്റ്റേറ്റിനെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, സബ്ജക്റ്റ് ആരാണ് ഇവിടെ, രാഹുലാണ്. എന്തുകൊണ്ടാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എന്തിനെ പറ്റിയാണ് നമ്മൾ സബ്ജക്റ്റിന് വേറൊരു ഡെഫിനിഷൻ കൊടുക്കണം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ആക്ഷൻ ചെയ്യുന്ന ആളെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയും. അതുപോലെ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്, അല്ലെങ്കിൽ വാട്ട് വി ടോക്ക് അബൌട്ട്, നമ്മൾ എന്തിനെ പറ്റിയാണോ പറയുന്നത് ആ ഒരു സെന്റൻസിൽ ടോക്ക് അബൌട്ട്, വാട്ട് വി ടോക്ക് അബൌട്ട്, അതിന് നമ്മൾ എന്ത് പറയും, സബ്ജക്റ്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്, ഇവിടെ രാഹുലിനെ പറ്റിയാണ്. ഇനി ഇവിടെ നോക്ക്, ഈസ് എ സ്കോളർ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് ആണോ, ഇത് ഒബ്ജക്റ്റ് അല്ല. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ വാട്ട് എന്താണ്, അല്ലെങ്കിൽ ആർക്കാണ്, അങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പൊ ആരെയാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെ ചെയ്തു. ഇപ്പൊ രാവണനെ കൊന്നു, നമ്മൾ പണ്ട് പറയുന്നതാണ്. ഇപ്പൊ രാമൻ രാവണനെ കൊന്നു പറഞ്ഞാൽ രാമൻ ആരെ കൊന്നു, ഹൂം, ആരെ കൊന്നു, അതിന്റെ ആൻസർ ആണ് നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് സ്കോളർ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒബ്ജക്റ്റ് അല്ല. അപ്പൊ ഇവിടെ എന്താണ്, രാഹുലിനെ പറ്റി തന്നെയാണ് പറയുന്നത്. രാഹുൽ ഈസ് എ സ്കോളർ എന്ന് പറഞ്ഞാൽ രാഹുലിനെ എന്ത് ചെയ്യുവാണ്, രാഹുലിനെ പറ്റി പറയുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് സബ്ജക്ട് കോംപ്ലിമെന്റ്. സബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റിനെ പറ്റി പറയുന്നു, സബ്ജക്ട് കോംപ്ലിമെന്റ്. അപ്പൊ സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വേർഡ്സ് വരാം, സബ്ജക്ട് കോംപ്ലിമെന്റ് ഏതൊക്കെ വരാം, ഒന്നുകിൽ നൗൺ വരാം, അല്ലെങ്കിൽ പ്രോനോൺ, നൗണിന് പകരം പറയുന്ന പ്രോനോൺ വരാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരാം, അഡ്ജക്റ്റീവ് വരാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൗണിനെ അല്ലെങ്കിൽ പ്രോനോണിനെ എന്ത് ചെയ്യുന്നതാണ്, വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ് വരാം. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളാണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്. അത് ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. സബ്ജക്ട് കോംപ്ലിമെന്റ് വരുന്ന കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഒരു ധൃതിയില്ല, സമാധാനമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ മോഹിത് ഈസ് മൈ ഫ്രണ്ട്. അതുപോലെ രേഖ അല്ലെങ്കിൽ രാഖി ആയിക്കോട്ടെ, രാഖി ഈസ് രാഖി വേണ്ട, റൂഹി കൊടുക്കാം. റൂഹി ഈസ് വെരി ബ്യൂട്ടിഫുൾ. റൂഹി ഈസ് വെരി ബ്യൂട്ടിഫുൾ. Then this car is mine. This is my car എന്ന് പറയുന്ന പോലെ this car is mine. അപ്പൊ ഇവിടെ നോക്കേ, ഇവിടെ മോഹിത്, ഇവിടെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ട, ഒരു സബ്ജക്റ്റ് ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് എന്താണ് ഒരു സെന്റൻസിലെ വേർബ് എന്താണ്, ഒരു സെന്റൻസിലെ നൗൺ എന്താണ്, അതൊന്നും ചോദിക്കത്തില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നവർ എന്ത് ചെയ്യണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങളുടെ എനിക്കൊന്ന് PSC എക്സാമുകൾക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ SSC എക്സാമുകൾക്ക് ഓരോ പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണെന്ന് ചോദിക്കുന്നില്ല. പക്ഷെ CDS എക്സാമിനൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കേരളത്തിൽ നിന്ന് പഠിക്കുന്ന ഏത് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പോയാലും എന്ത് ചെയ്യാം, ഓരോന്നിനും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് ആണ് നമ്മൾ തരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ കോഴ്സസ് ഒരുപാട് ഹൈ ലെവൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം തരും. അത് നമുക്ക് ബേസ് പഠിക്കാം. മോഹിത് ഈസ് മൈ ഫ്രണ്ട്. അപ്പൊ ഇവിടെ വെർബ് ഏതാണ്, ഈസ് ആണ്. ഇതെന്താണ്, മെയിൻ വെർബാണ്. ഞാൻ MV എന്ന് കൊടുക്കും, മെയിൻ വെർബാണ്. അപ്പൊ ആരെ പറ്റിയാണ് പറയുന്നത്, നമ്മുടെ മോഹിത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് മോഹിത്താണ്. അപ്പൊ മോഹിത്തിനെ പറ്റി പറയും, മോഹിത് ഈസ് മൈ ഫ്രണ്ട്. അപ്പൊ മോഹിത്തിനെ പറ്റിയാണ് പറയുന്നത്. മൈ ഫ്രണ്ട്, മൈ ഹസ്ബൻഡ്, അങ്ങനെ എന്തുകൊണ്ടല്ലേ പറയാം. അപ്പോൾ മൈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതെന്താണ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. സബ്ജക്റ്റ് കോംപ്ലിമെന്റ് നൗൺ ആണ്. ഓക്കെ. ഇനി റൂഹി ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈസ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ്. ആരാണ് ബ്യൂട്ടിഫുൾ, ആരെ പറ്റിയാണ് പറയുന്നത്, റൂഹിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതുപോലെ ഇനി എന്താ പറയുന്നത്, വെരി ബ്യൂട്ടിഫുൾ ആരെ പറ്റി പറയാണ്, റൂഹിയെ പറ്റി പറയാണ്. വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ അത് ഒബ്ജക്റ്റ് അല്ല, ഇതെന്താണ്, സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്. സബ്ജക്റ്റിനെ പറ്റി പറയുന്നു, സബ്ജക്ട് കോംപ്ലിമെന്റ്. എന്താണ് സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ, ഏത് ക്ലാസ് ആയാലും കേട്ടോ. ദിസ് കാർ ഈസ് മൈൻ. അപ്പോൾ ദിസ് കാർ ഈസ് ആണ് ഇവിടെ മെയിൻ വെർബ്. ദിസ് കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് കാറാണ്, ദിസ് കാറിനെ പറ്റിയാണ് പറയുന്നത്, അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി മൈൻ എന്ന് പറഞ്ഞാൽ ഈ കാർ ആരുടെയാണ്, എന്റെയാണ്. ദിസ് കാർ ഈസ് മൈൻ എന്ന് പറഞ്ഞാൽ ഇത് ആരാണ്, ദിസ് കാറിനെ, സബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റിനെ പറ്റി പറയുന്നു. ദിസ് കാർ ഈസ് മൈൻ ആരുടെയാണ്, സബ്ജക്റ്റിന്റെ ആണ്. അപ്പോൾ സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്. ദിസ് കാർ ഈസ് മൈൻ, എന്താണ്, സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്.
എന്താണ് ഈ സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് മനസ്സിലായല്ലോ. ഈ മൈൻഡ് എന്ന് പറയുന്ന ഇതിനാണ് നമ്മൾ പൊസസീവ് പ്രോണോൺ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും, സെപ്പറേറ്റ് എല്ലാം പഠിക്കും. പൊസസീവ് പ്രോണോൺ ആണ്, പ്രോനോൺ നൗൺ പറഞ്ഞാണ് പൊസസീവ് പ്രോണോൺ ആണ്, പൊസസീവ് പ്രോണോൺ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഈ മെയിൻ വെർബും നമ്മുടെ ഹെൽപ്പിംഗ് വെർബും അതിൻ്റെ കുറച്ച് വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് സെന്റൻസ് എന്ത് ചെയ്യാം, എഴുതാം. അപ്പം അതിൽ ഐ ആം ഹാപ്പി, then next I am doing my work, then he has a car, then he has purchased a car, then they were upset, then they were playing cricket, she had an umbrella, she had submitted the project. Yes. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് നോക്കുക, ഐ ആം ഹാപ്പി. അപ്പോൾ ഇവിടെ ആം എന്ന് പറയുന്ന ഒറ്റ വേർബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെന്താണ്, മെയിൻ വേർബാണ്. ഇവിടെ നോക്ക്, ഐ ആം ഡൂയിങ് മൈ വർക്ക്. അപ്പോൾ ആം കഴിഞ്ഞിട്ട് എന്ത് വരുന്നു, ഡൂയിങ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, മെയിൻ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആം എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഹെൽപ്പിംഗ് വെർബായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഹി ഹാസ് എ കാർ, ഇവിടെ വേർബൊന്നുമില്ല, ഹാസ് എന്താണ് ഇവിടെ മെയിൻ വെർബാണ്. ഇവിടെ ഹി ഹാസ് പർച്ചേസ്ഡ് എ കാർ, ഇത് ടോട്ടൽ വേർബ് സെക്ഷനാണ്, ഹാസ് പർച്ചേസ്ഡ്. അപ്പോൾ അതിൻ്റെ ഫോമും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. ഇവിടെ പർച്ചേസ്ഡ് ആണ് മെയിൻ വെർബ്, അതേപോലെ ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹെൽപ്പിംഗ് വെർബാണ്. ഇനി ദേ വേർ അപ്സെറ്റ്, ഇവിടെ വേറെ വേർബ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ വെർബ്. അപ്പോൾ ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ്, അപ്പോൾ പ്ലേയിങ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ്, വേർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബാണ്. ഷീ ഹാഡ് ആൻ അംബ്രല്ല, അപ്പോൾ ഇവിടെ ഹാഡ് എന്ന് പറഞ്ഞാൽ ഈ ഹാഡ് കഴിഞ്ഞിട്ട് വേറെ വേർബ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഹാഡാണ് മെയിൻ വെർബ്. ഷീ ഹാഡ് സബ്മിറ്റഡ് ദ പ്രോജക്റ്റ്, അപ്പോൾ ഹാഡ് സബ്മിറ്റഡ് ആണ് ഇവിടുത്തെ വേർബ് സെക്ഷൻ, അതിലെ സബ്മിറ്റഡ് ആണ് മെയിൻ വെർബും, അതുപോലെ ഹാർഡാണ് നമ്മുടെ ഹെൽപ്പിംഗ് വെർബും. അപ്പോൾ ഈ ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബും എങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ എഴുതുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരു സെന്റൻസ് കിട്ടിയാൽ അതിൽ അഡ്ജക്റ്റീവ് എന്താണ്, ആഡ് വെർബ് എന്താണ്, നൗൺ ഏതാണ്, വേർബ് ഏതാണ്, മെയിൻ വെർബ് ഏതാണ്, അപ്പോൾ അതൊക്കെ തിരിച്ചറിയണ്ടേ, ഒബ്ജക്റ്റ് ഏതാണ്, അതൊക്കെ തിരിച്ചറിയണം. അപ്പോൾ അതിന് കുറച്ച് എളുപ്പവഴികളുണ്ട്. അപ്പം നമ്മൾ വാട്ട്, ഹൂ എന്താണ്, ആരാണ്, ഹൂം ആരെയാണ്, ഹൂസ് ആരുടെയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇത്രയും ആൻസർ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇത് എന്തായിരിക്കും, നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആയിരിക്കും. ഇതൊക്കെ നോട്ട് ചെയ്യണം, നോട്ട് എഴുതി വെക്കണം കേട്ടോ. ഇംഗ്ലീഷിന് നോട്ട് വേണം. ഞാൻ മാത്സിന് പറഞ്ഞു, മാത്സിന് നിങ്ങൾ ക്ലാസ് നോട്ട് എടുത്ത് ചെയ്താൽ മതി. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല, ഇംഗ്ലീഷ് സ്വന്തം കൈപ്പടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് എഴുതി വെക്കണം കേട്ടോ. ക്ലാസ് നോട്ട് പോലെയല്ല, സ്വന്തമായിട്ട് ഇതൊരു ലാംഗ്വേജ് ആണ്. കൂടുതൽ എഴുതുന്നതോറും നിങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, വാട്ട് കൈൻഡ് ഓഫ്, ദെൻ വിച്ച്, ഏതാണ്, ഏത് തരത്തിലുള്ളതാണ്. അപ്പം ഇതിൻ്റെ ആൻസർ കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയും, അഡ്ജക്റ്റീവ് എന്ന് പറയും. എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം, അഡ്ജക്റ്റീവ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ, ഇനി എന്താണ് ഒരു സെൻറ്റൻസിലെ ആഡ് വേർബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇനി ആഡ് വേർബ് ഏതാണ് കണ്ടുപിടിക്കാനാണെങ്കിൽ വെൻ, എപ്പോൾ, വൈ, എന്തുകൊണ്ട്, ദെൻ വേർ, ഹൗ, എങ്ങനെ. ഇതിൻ്റെയൊക്കെ ആൻസറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ നമുക്ക് ആഡ് വേർബ് എന്ന് പറയാം. ഓക്കെ, ആഡ് വേർബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റൻസിലെ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കണം. വാട്ട്, ഹൂ, ഹൂം, ഹൂസ്. ദെൻ അഡ്ജക്റ്റീവ് ഏതാണെന്ന് തിരിച്ചറിയാൻ വാട്ട് കൈൻഡ് ഓഫ്, വിച്ച്. ദെൻ ആഡ് വേർബ് ഏതാണെന്ന് തിരിച്ചറിയാൻ വെൻ, വൈ, വെയർ, ഹൗ. ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കും. യെസ്, ഇത്രയും ജസ്റ്റ് ഒന്ന് വായിച്ചേ ആയിരുന്നു.
ഇത് ക്ലിയർ ആയല്ലോ. നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് സെന്റൻസ് എന്ത് ചെയ്യാം. ഓക്കെ, സെന്റൻസ് നോക്കാം. യെസ്, ഒന്നാമത്തെ, മൈ എൽഡർ ബ്രദർ ഹാസ് പർച്ചേസ്ഡ് an expensive watch. Expensive watch. Next, second sentence. Rohan broke a wooden chair. Wooden chair. Next one. He surprised my best friend yesterday. Next sentence, fourth one. I saw Ravi Kandu behind the temple last night. Innale rathri. Yes, last night. Fifth one. Everyone can speak English fluently. Everyone can speak English fluently. Next one. A young girl danced well in the hall ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നൗണും പ്രോനൗണും വേർബും അഡ്ജക്റ്റീവും ആഡ്വർബും ഒക്കെ തിരിച്ചറിയുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള വേർബ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഹാസ് പർച്ചേസ്ഡ്. അപ്പോൾ ഹാസ് പർച്ചേസ്ഡ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഇത് മൊത്തത്തിൽ എന്താണ്, ഹാസ് പർച്ചേസ്ഡ് എന്താണ്, വേർബാണ്. ആദ്യം നമ്മൾ വെർബ് കണ്ടുപിടിക്കാം. വേർബ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. ഇനി ആരാണ്, മൈ എൽഡർ സിസ്റ്റർ ഹാസ് പർച്ചേസ്ഡ് ആൻ എക്സ്പെൻസീവ് വാച്ച്. ഒരു എക്സ്പെൻസീവ് വാച്ച് എന്ത് ചെയ്തു, വാങ്ങി. അപ്പോൾ ഇതിൽ ആര് വാങ്ങി, ഹൂവിൻ്റെ ആൻസർ ആരാണ്, ആരാണ് വാങ്ങിയത്, ബ്രദർ വാങ്ങിയത്. അപ്പോൾ ഹൂവിൻ്റെ ആൻസർ നമ്മൾ എന്താ പറഞ്ഞത്, ആര്, എന്ത്, ആരെ, ആരുടെ. അതിൻ്റെയൊക്കെ ആൻസർ വരുന്നത് എന്താണ്, നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ്. ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ വിച്ച്, ഏത്, അതാണ് അഡ്ജക്റ്റീവ്. എപ്പോൾ, എന്തുകൊണ്ട്, വെയർ, എപ്പോഴും എവിടെ, എപ്പോൾ എവിടെ, എങ്ങനെ, എപ്പോൾ എവിടെ എങ്ങനെ, വൈ. അതിൻ്റെയൊക്കെ ആൻസർ ആഡ്വർബാണ്. ഇവിടെ ബ്രദർ ഇവിടെ എന്താണ്, ഇവിടെ ഇത് നൗണാണ്. ഇനി എങ്ങനെയുള്ള ബ്രദർ, ഇപ്പോൾ ബ്രദർ എന്ന് പറഞ്ഞാൽ ചെറിയ ബ്രദർ ആവാം, ഇടയ്ക്കുള്ള ബ്രദർ ആവാം, അവസാനമുള്ള ബ്രദർ ആവാം. എങ്ങനെയുള്ള ബ്രദർ, എൽഡർ. അപ്പോൾ എങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ബ്രദർ, എങ്ങനത്തെ, വിച്ച് ടൈപ്പ്, വിച്ച് ബ്രദർ, എങ്ങനെയുള്ള, ഏത് ഏജ് ടൈപ്പ്, അല്ലെങ്കിൽ വിച്ച് ടൈപ്പ്. അപ്പോൾ എങ്ങനെയുള്ള നമ്മുടെ അഡ്ജക്റ്റീവ്, അതിൻ്റെ ആൻസറാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. ഇത് മൈ എൽഡർ എന്ന് പറയുന്നത് എന്താണ്, അഡ്ജക്റ്റീവ് ആണ്, എങ്ങനെയുള്ള. ആൻ എക്സ്പെൻസീവ് വാച്ച്, എന്താണ് വാങ്ങിയത്, വാട്ടിന് ആൻസർ എന്താണ്, നൗൺ തന്നെയാണ്. വാച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നൗൺ ആണ്. എങ്ങനെയുള്ള, വാട്ട് കൈൻഡ് ഓഫ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് വാട്ട് കൈൻഡ് ഓഫിൻ്റെ ആൻസർ ആണ്. വാട്ട് കൈൻഡ് ഓഫ്, എങ്ങനെയുള്ള, ആൻ എക്സ്പെൻസീവ്, നല്ല വില കൂടി. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫിൻ്റെ ആൻസർ എന്താണ്, അഡ്ജക്റ്റീവ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെൻറ്റൻസിലെ ഓരോ പാർട്സ് ഓഫ് സ്പീച്ച് എന്ത് ചെയ്യുന്നത് തിരിച്ചറിയുന്നത്. രോഹൻ ബ്രോക്ക് എ വുഡൻ ചെയർ. ഇവിടെ വേർബ് ഏതാണ്, ബ്രോക്കാണ് വേർബ് ആദ്യം കണ്ടുപിടിക്കാം. ആരാണ് ഹൂ ബ്രോക്ക്, രോഹൻ. അപ്പോൾ ഇതെന്താണ്, രോഹൻ നമ്മുടെ നൗണാണ്. ഇനി എന്താണ്, വാട്ട് കൈൻഡ് ഓഫ് അല്ല, എന്ത് സാധനം, എന്താണ് ബ്രേക്ക് ചെയ്തത്, വാട്ടിന് ആൻസർ എന്താണ്, നൗണാണ്. ചെയർ എന്താണ്, ഇവിടെ നൗണാണ്. അപ്പോൾ എങ്ങനത്തുള്ള ചെയർ, വാട്ട് കൈൻഡ് ഓഫ്. എങ്ങനെയുള്ള ചെയറാണ് നമ്മളുടെ, അതിൻ്റെ ആൻസറാണ് അഡ്ജക്റ്റീവ്. ഇവിടെ വുഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വുഡൻ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. എവിടെ ആർട്ടിക്കിളാണ്, അത് നമുക്ക് പഠിക്കും. ഹി സർപ്രൈസ്ഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് യെസ്റ്റർഡേ. അപ്പോൾ ആരെയാണ് സർപ്രൈസ് ചെയ്തത്, എന്താണ് ചെയ്തത്, സർപ്രൈസ്. ഇതാണ് വേർബ് എന്ന് പറയുന്നത്. വേർബ് ആദ്യം കണ്ടുപിടിച്ചു. ആര് സർപ്രൈസ് ചെയ്തു, ഹൂവിൻ്റെ ആൻസറാണ് നമ്മുടെ ഇവിടെ നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആണ്. ഹി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോനൗൺ ആണ്, നൗണിന് പകരം പറയുന്നത് പ്രോനൗൺ. ആരെയാണ്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ആരെ ഹൂം, ഒബ്ജക്റ്റ് ആണ്. ഹൂം ആരെയാണ്, എന്താണ്, ഇത് നൗൺ ആണ്. ഹൂം ആരെയാണ്, മൈ ഫ്രണ്ടാണ് നോർമൽ. ഇവിടെ ബെസ്റ്റ്, മൈ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയുള്ള അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ്, എങ്ങനെയുള്ള ഫ്രണ്ടാണ്, വിച്ച്, മൈ ബെസ്റ്റ് ഫ്രണ്ട്.
ഇപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിന്. ഇപ്പോൾ വിച്ചിൻ്റെ ആൻസർ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. എൻ്റെ ഏറ്റവും അടുത്ത് അഡ്ജക്റ്റീവ് ആണ്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ വെന്നിൻ്റെ ആൻസർ ആണ്. എപ്പോൾ? വെന്നിൻ്റെ ആൻസർ എന്താണ്? വെൻ, വൈ, വെയർ, ഹൗവിൻ്റെ ആൻസർ ആഡ്വേർബ് ആണ്. ഒരു സെൻറ്റൻസ് നോക്കിയാൽ അതിൽ ആഡ്വേർബ് ഏതാണ് അഡ്ജക്റ്റീവ് ഏതാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. അടുത്ത ഐ സോ രവി. ഇപ്പോൾ സോ എന്ന് പറയുന്ന ഇന്നലെ കണ്ടു, രവിയെ കണ്ടു. സോ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് വേർബ്. അപ്പോൾ ആരാണ് കണ്ടത്? ഹൂ, ഐ. ഇവിടെ എന്താണ്? ഐ ഇവിടെ പ്രോനൗൺ ആണ്. പ്രോ നൗൺ ആണ്. പ്രോനൗൺ ആണ്, മെയിൻ നൗൺ അല്ല. ആരാണ് കണ്ടത്? രവിയാണ് കണ്ടത്. രവി എന്ന് പറഞ്ഞാൽ ഹൂം, ആരെ, ഹൂം. ഹൂമിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ നൗൺ തന്നെ. ആരെ കണ്ടു? രവിയെ കണ്ടു. ബിഹൈൻഡ് ദ ടെമ്പിൾ ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ എവിടെയാണ് കണ്ടത്? ബിഹൈൻഡ് ദ ടെമ്പിൾ. ബിഹൈൻഡ് ദ ടെമ്പിൾ. ബിഹൈൻഡ് ടെമ്പിളിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? ബിഹൈൻഡ് ദ ടെമ്പിൾ. ടെമ്പിളിൻ്റെ പുറകിൽ. ടെമ്പിളിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? വെയർ. എവിടെ കണ്ടു? വെയറിൻ്റെ ആൻസർ എന്താണ്? ആഡ്വേർബാണ്. ആഡ്വേർബാണ്. എപ്പോൾ? വെൻ. വെനിൻ്റെ ആൻസർ എന്താണ്? ആഡ്വേർബാണ്. ആഡ്വേർബാണ്. ഇത് രണ്ടും എന്താണ്? ആഡ്വേർബാണ്. ഇനി എവരി വൺ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഇപ്പോൾ ക്യാൻ സ്പീക്ക് ആണ് ഇവിടുത്തെ ഇതെന്ന് പറയുന്നത്. വെർബ് എന്ന് പറയുന്നത് ക്യാൻ ഇവിടെ ഹെൽപ്പിംഗ് വെർബാണ്. എവരി വൺ ആര്? ഹൂ. ആര് കാണാൻ പറ്റും? ഇതെന്താണ്? പ്രോനൗൺ. പ്രോ നൗൺ ആണ്. എവരി വൺ പ്രോനൗൺ ആണ്. ഇനി എന്ത്? വാട്ട് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് എന്താണ്? വാട്ടിൻ്റെ ആൻസർ എന്താണ്? നൗൺ ആണ്. ഫ്ലുവൻ്റ്ലി എങ്ങനെ? ഹൗ. ഹൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗവിൻ്റെ ആൻസർ നമുക്ക് ആഡ്വേർബ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ആണ്? അഡ്ജക്റ്റീവ്. ആഡ്വേർബ് ആണ്. ഫ്ലുവൻ്റ് എങ്ങനെ സ്പീക്ക് ചെയ്യാൻ പറ്റും? ഹൗ. അതിൻ്റെ ആൻസർ ആഡ്വേർബ്. എ യങ് ഗേൾ ഡാൻസ്ഡ് വെൽ ഇൻ ദ ഹാൾ ലാസ്റ്റ് വീക്ക്. അപ്പോൾ നിങ്ങൾ ഓരോന്നും എന്താണെന്ന് പറയാമോ? എനിക്ക് ഇത് ഹോംവർക്കായിട്ട് കമൻ്റായിട്ട്. നിങ്ങളെൻ്റെ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ക്ലാസ് കണ്ടിട്ട്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്നു, ഇത്രയും വരെ കണ്ടു വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ആൻസർ എനിക്ക് പറയണം. ഇവിടെ എ യങ് ഇത് ഒന്നാമത്തെ ഇതെന്താണെന്ന് പറയണം. ക്വസ്റ്റ്യനും പറയണം. രണ്ടാമത്തെ ഇതെന്താണെന്ന് പറയണം. ഇതെന്താണെന്ന് പറയണം. ഇതെന്താണെന്ന് പറയണം. 4. ഇത് 5-മത്തത്. ഇത് 6. ഓരോന്നും എന്തൊക്കെയാണ്? ഇതുവരെ പഠിച്ചവരാണെങ്കിൽ ഇത് എന്താണ്? നൗൺ ആണോ, പ്രോനൗൺ ആണോ, വേർബ് ആണോ, ആഡ്വേർബ് ആണോ, അതോ അഡ്ജക്റ്റീവ് ആണോ, ഏതാണെന്ന് എന്ത് ചെയ്യണം? എനിക്ക് പറഞ്ഞുതരാം. ഒന്ന് ഇങ്ങനെ ഉണ്ട് കമൻറ്റിനകത്ത്. ഒന്നാമത്തെ ഏതാണ്? എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ഏതാണ്? അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ഏതാണ്? അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ഏതാണ്? അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഇത് നിങ്ങൾ കമൻറ്റായിട്ട് പറയുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോവും. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് കാണാം. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എല്ലാം സെറ്റ് ആക്കണം കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ നോട്ട് ഞാൻ രണ്ടുകൂടെ ചേർത്ത് ഞാൻ ഇടാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് നോട്ടായിട്ട് തുടങ്ങാം. ക്ലാസ് നോട്ട് ഞാൻ ഷെയർ ചെയ്യാം. എന്നാലും നിങ്ങൾ സ്വന്തമായിട്ടൂടെ നോട്ട് ഇടും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് നമ്മളുടെ മലയാളം ചാനലിൽ വളരെ കുറവാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരും. നന്നായിട്ട് പഠിക്കും കേട്ടോ. എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തോളൂ? ക്ലാസ് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി എപ്പോഴും സെറ്റ് ചെയ്യാനായിരിക്കും. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, സ്ട്രാറ്റജി ഒക്കെ കാണുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് മാക്സിമം കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.